കേരളത്തിലുള്ള മെഡിക്കൽ മാലിന്യം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ തള്ളിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി എന്നതാണ് പുതിയൊരു വാർത്ത. കണ്ണൂർ സ്വദേശി നിധിൻ ജോർജ്, ലോറി ഉടമ ചെല്ലദുരൈ എന്നിവരാണ് സുത്തമല്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമൽ തേനംപറമ്പിലാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത്. അമൽ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് എവിടെ കൊണ്ട് തള്ളിയാൽ ഈ പറയുമ്പോൾ വേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 2 പേർ, എങ്ങനെയാണ് ഇവർ അറസ്റ്റിലാകുന്നത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. നേരത്തെ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നത്. അതിന് പുറമെയാണ് ഇന്നിപ്പോൾ ഒരു മലയാളി ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ സ്വദേശി നിധിൻ ജോർജ് ഉൾപ്പെടെയുള്ള 2 പേരാണ് ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത്. ഇവർ മാലിന്യം അവിടെ കൊണ്ടുപോയി തള്ളി എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. RCC തുടക്കത്തിൽ ഈ ഒരു ആരോപണം നിഷേധിച്ചിരുന്നുവെങ്കിൽ കൂടി അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. RCCക്ക് സ്വന്തമായി മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനമുണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ വിശദീകരണം. പക്ഷേ ഇപ്പോൾ 2 പേർ അറസ്റ്റിലാകുന്നു. അതും CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് മാലിന്യം തിരുവനന്തപുരത്തെ RCCയിലെയും അതോടൊപ്പം തന്നെ ക്രെഡൻസ് എന്ന് പറയുന്ന ആശുപത്രിയിലെയും മാലിന്യം നിലവിൽ ശേഖരിച്ച് വരുന്ന മറ്റ് ചില ഏജൻസികളുണ്ട്. പക്ഷേ പിന്നീട് എങ്ങനെ ഇവരുടെ കൈവശം മാലിന്യം എത്തി എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ നിന്നും മാലിന്യം കൊണ്ടുപോയി തിരുനെൽവേലിയിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മറ്റ് ചരക്കൊക്കെ ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന ആളാണ്, വാഹനങ്ങളിൽ ചരക്ക് നീക്കം നടത്തുന്ന ഒരാളാണ് ഈ ഒപ്പം പിടിയിലായിട്ടുള്ള മായാണ്ടി എന്ന് പറയുന്നയാൾ. അങ്ങനെ ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ഇവിടെ നിന്നുള്ള മാലിന്യം കൊണ്ടുപോയി അന്യ സംസ്ഥാനത്ത് നിക്ഷേപിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒരു നാണക്കേടുണ്ടാക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അവിടുത്തെ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തയായി. ഈ മാലിന്യം എങ്ങനെയാണ് സംസ്കരിക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ? ഇപ്പോൾ പിടിയിലായ ഒരാൾ കണ്ണൂർ സ്വദേശിയാണ്, നിധിൻ ജോർജ്. ഈ കണ്ണൂർ സ്വദേശി തിരുവനന്തപുരത്തെ മാലിന്യം എടുത്ത് തമിഴ്നാട്ടിലേക്ക് പോയി. അതിൻ്റെ ഒരു കണക്ഷനൊക്കെ എങ്ങനെയാണ്? അക്കാര്യമൊക്കെ പോലീസ് വിശദീകരിക്കുന്നുണ്ടോ? IMAയുടെ ചില ഏജൻസികളും മറ്റുമൊക്കെ ഉണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ ആശുപത്രികളിലെ മാലിന്യം ശേഖരിച്ച് വരുന്നത്. റീയൂസ് അടക്കമുള്ള ചില ഏജൻസികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഏജൻസികൾ മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നതിനാവശ്യമായ ക്രമീകരണം RCCയിൽ ഉണ്ട് എന്നുള്ളതാണ് RCC വ്യക്തമാക്കുന്നത്. രണ്ടാമത് പറഞ്ഞ ആശുപത്രി ക്രെഡൻസ് ആശുപത്രിയിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നത് മറ്റൊരു ഏജൻസിയാണ്. അങ്ങനെ ഏജൻസികളുടെ നേതൃത്വത്തിൽ മാലിന്യം ശേഖരിച്ച് അവർ സംസ്കരിക്കുന്നതാണ് ഒരു പതിവ് രീതി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടെ നിന്നും മാലിന്യം പോയിട്ടുണ്ട്. ഈ മാലിന്യം ഏജൻസികളുടെ അറിവില്ലാതെ എങ്ങനെ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയി അതും അവിടെ കൊണ്ടുപോയി തള്ളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമാകുന്നില്ല. RCC പക്ഷേ പറഞ്ഞു വെക്കുന്നത് RCCക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാനും അതോടൊപ്പം തന്നെ അത് ഇവിടെ നിന്നും കൊണ്ടുപോയി ആശുപത്രിയും പരിസരവും എല്ലാം വൃത്തിയാക്കിയിടുന്നതിനുള്ള കൃത്യമായ സംവിധാനങ്ങളുണ്ട്, സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. തങ്ങളുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് RCC വ്യക്തമാക്കുന്നത്. നിലവിൽ എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായി തന്നെയുള്ള അന്വേഷണങ്ങൾ നടന്നു വരുന്നു. തമിഴ്നാട് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും RCCയുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടോ എന്നൊരു പരിശോധന കൂടി നടന്നു വരുന്നുണ്ട്. അത്യന്തം ഗൗരവതരമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അക്കാര്യത്തിലാണ് ഇപ്പോൾ 2 പേർ, മലയാളി ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായിരിക്കുന്നത് എന്ന വിവരമാണ് അമൽ. ആകെ 4 പേർ അറസ്റ്റിലായിരിക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ടെന്നുള്ളതുകൊണ്ടാണ്. തമിഴ്നാട്ടിൽ നിന്ന് അന്വേഷണമുണ്ട്. അവിടെ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുമെന്നുള്ള വിവരം കൂടിയാണ് അമൽ തേനംപറമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.